വ്യക്തമായ കാഴ്ചപ്പാട്, കൃത്യമായ നിലപാട്, പക്വമായ പെരുമാറ്റം എന്നിവ കൈമുതലാക്കി രാജ്യതലസ്ഥാനത്തിന്റെ തലൈവിയാകാനൊരുങ്ങുന്ന നേതാവ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ബിജെപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തി രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ ആം ആദ്മിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം. നിലവിൽ ഡൽഹിയിലെ വിദ്യാഭ്യാസം, ധനകാര്യം, റവന്യൂ, നിയമമടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ജനപ്രിയ പദ്ധതികളുടെ അമരക്കാരിയായ അതിഷി മെർലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ആം ആദ്മിക്ക് കാരണങ്ങളേറെയുണ്ട്. ക്രിസ്തുമത വിശ്വാസിയായ വിദേശിയാണ് സംഘപരിവാറിന് അതിഷി. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടാകട്ടെ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകയും. മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപം ഒരു കൊച്ചു ഗ്രാമത്തിൽ ജൈവ കൃഷിയുമായാണ് അതിഷിയുടെ തുടക്കം. സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടെ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കണ്ണിൽപ്പെട്ട അതിഷി അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലെ മുന്നണി പോരാളിയായി ഡൽഹിയിലെത്തി. നിർഭയ സംഭവത്തെ തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങളിലുമടക്കം അതിഷി അംഗമായി. ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിൽ സജീവമായ അതിഷി ഡൽഹിയിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിനൊപ്പം രാജ്യതലസ്ഥാനത്തെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിലും നിർണായക സാന്നിധ്യമായി. 2013 അവരുടെ രാഷ്ട്രീയ പ്രവേശനം. ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തിയ അതിഷി സാധാരണക്കാർക്കിടയിലായിരുന്നു ആദ്യകാലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. താഴെത്തട്ടിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ളവയിൽ അതിഷി പ്രവർത്തനം കേന്ദ്രീകരിച്ചു. ഉത്തർപ്രദേശിൽ സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്ത അതിഷി പല NGOകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. അതുവരെ രാഷ്ട്രീയ പ്രവേശം ില്ലായിരുന്ന അതിഷിയെ പ്രശാന്ത് ഭൂഷണാണ് AAPയിലേക്ക് അടുപ്പിച്ചത്. 2013 ആം ആദ്മി പാർട്ടിയിൽ ചേരുമ്പോൾ അതിഷിയുടെ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെച്ചത്. 2012 മാത്രം രൂപീകരിച്ച ഒരു പാർട്ടി വൈകാതെ തന്നെ രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിച്ചപ്പോൾ അതിഷി പാർട്ടിയുടെ പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞിരുന്നു. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി എത്തിയ പാർട്ടി 2015 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത അട്ടിമറി വിജയമായിരുന്നു. ചൂലുമായി എത്തിയ ഒരു പാർട്ടി രാജ്യത്ത് വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ തലപ്പത്ത് കെജ്രിവാൾ എന്ന IIT കാരനായിരുന്നു. 70 സീറ്റുകളിൽ 67 തൂത്തുവാരിയപ്പോൾ കെജ്രിവാളിന്റെ കൂടെ വിജയാഘോഷത്തിൽ പങ്കുചേരാൻ അതിഷിയും അന്നുണ്ടായിരുന്നു. 2020 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏവരും ഉറ്റുനോക്കിയ ഫലങ്ങളിലൊന്നായിരുന്നു കാൽക്കാജി മണ്ഡലത്തിലേത്. ഓക്സ്ഫോർഡിൽ നിന്നെത്തിയ രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ അതിഷിയെ അന്ന് മിക്കവരും ആകാംക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടത്. 2015 കെജ്രിവാൾ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവായിരുന്നു അന്ന് വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത അതിഷി. 2020 തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി ഉയരുകയും പാർട്ടി വക്താവെന്ന നിലയിൽ നിരന്തര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാഷ്ട്രീയ തിരിച്ചടികൾക്കിടയിൽ ആം ആദ്മിയുടെയും കെജ്രിവാളിന്റെയും മറുപടിയായിരുന്നു അതിഷി. മൊഹല്ല ക്ലിനിക്കുകൾ പോലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ് AAPക്ക് ഡൽഹിയിൽ തുടർഭരണം നേടിക്കൊടുത്തത്. അതിന് അണിയറയിൽ ചുക്കാൻ പിടിച്ചതാകട്ടെ അതിഷിയും. അതുവരെ സിസോദിയുടെ പിന്നിലായി അണിയറയിലായിരുന്നു ആ റോളെങ്കിൽ പിന്നീട് സിസോദിയുടെ പകരക്കാരിയായി മുൻനിരയിലേക്ക് മന്ത്രി പദവിയിൽ നിയോഗിക്കപ്പെട്ടു. അവരുടെ മേഖലയായ വിദ്യാഭ്യാസം തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെയും സത്യേന്ദ്ര ജെയിനിന്റെയും അറസ്റ്റിന് പിന്നാലെയാണ് അതിഷിക്കും സൗരവ് ഭരദ്വാജിനും കെജ്രിവാൾ മന്ത്രിസഭയിലേക്കുള്ള വഴി തുറന്നത്. പക്വതയാർന്ന സംസാര ശൈലി, ഏവരെയും ആകർഷിക്കുന്ന പെരുമാറ്റം, രാഷ്ട്രീയ പ്രവർത്തക എന്നതിനേക്കാൾ കൂടുതലായി അതിഷിക്ക് ചേരുക വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭ എന്നതായിരുന്നു. രാജ്യത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഡൽഹിയിലെ വിദ്യാഭ്യാസ വിപ്ലവം. സർക്കാർ സ്കൂളുകൾ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളുടെ പിന്നിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ പ്രവർത്തിച്ച കരങ്ങളിലൊന്ന് അതിഷിയുടേതായിരുന്നു. ദേശീയ പരീക്ഷകളിൽ സ്വകാര്യ സ്കൂളുകളെക്കാൾ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച ഫലങ്ങൾ സ്വന്തമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി 8000-ലേറെ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചു. അതുവരെ അധികമൊന്നും ഡൽഹിയിലെ സ്കൂളുകളിൽ കേട്ടുകേൾവിയില്ലായിരുന്ന PTA യോഗങ്ങൾ എല്ലാ സ്കൂളുകളിലും നടന്നു. ഡൽഹിയിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതോടെ അതിഷിയുടെ പ്രശസ്തിയും വർദ്ധിച്ചു. മികച്ച പ്രാസംഗിക കൂടിയായ അതിഷി സംസാരിച്ചു തുടങ്ങുന്നതോടെ എതിരാളികൾ പോലും നിശബ്ദരാകുന്നതിന് ഡൽഹി നിയമസഭ പലവട്ടം സാക്ഷിയായിട്ടുണ്ട്. രാഷ്ട്രീയ നാടകങ്ങളുടെ തട്ടകമായ ഡൽഹിയുടെ ഭാവി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മറ്റൊരു തുടക്കമാണ് അതിഷി എന്ന് വേണം വിലയിരുത്താൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.